ഇന്ന് നമുക്കൊരു അർജൻറ്റ് വർക്കായിരുന്നു കേട്ടോ. ഇന്നലെ തന്നിട്ട് ഇന്ന് കൊടുക്കണമായിരുന്നു മോർണിംഗിൽ. അപ്പം ഞാൻ വേഗം ചെയ്യാനായിട്ട് നൈറ്റ് തന്നെ ഇരുന്നു കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്, ജോർജറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ. മെറ്റീരിയൽ വെച്ചിട്ട് 6 പാനൽ ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണ, ഹാഫ് ആയിട്ടുള്ളത്. അപ്പം ഞാനതിൻ്റെ നെക്കൊക്കെ ഞാൻ റൗണ്ടാണ് കൊടുക്കുന്നത്. ചെറിയ പ്ലീറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വെൽവെറ്റിൻ്റെ പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പറ്റിയൊരു പണിയാണ് കേട്ടോ. ഞാൻ ആ വെൽവെറ്റ് പീസ് വീണ്ടും സെൻറ്റർ മുറിച്ചിട്ട് ഈ പാനലിൽ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഫുള്ളിരുന്ന് അടിച്ചു കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ മാത്രം 2 പാനൽ അങ്ങനെ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്തു. ടൈപ്പായിരുന്നു കേട്ടോ ഇതിന് ലൈനിങ് എടുക്കണമായിരുന്നു. പക്ഷെ അവർ തന്നത് കോട്ടൺ ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും. മെറ്റീരിയൽ നമുക്ക് ലാസ്റ്റ് ഔട്ട്ഫിറ്റിലും നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. സ്ലീവ് വരുന്നത് ബട്ടർഫ്ലൈ സ്ലീവ് കുറച്ച് വലുതാക്കി വെച്ചിട്ട് താഴെ ഒരു ചെറിയ നോട്ടായിട്ട് കുഞ്ഞ് സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്ലീവ് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് അവസാനമായപ്പോഴേക്കും ഫുള്ള് ഇങ്ങനെ ഉരിപ്പോന്ന് തുടങ്ങി. വെൽവെറ്റ് 2 സൈഡിൽ നിന്ന് വിട്ടു തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അത് അഴിച്ച് മാറ്റി. കുറേ സമയം അങ്ങനെ പോയിട്ടാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പോക്കറ്റൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് പ്രിൻറ്റഡ് മെറ്റീരിയലായ കാരണം നമുക്കിങ്ങനെ പാനൽ കാണില്ല. പിന്നെ ഇത് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. പിന്നെ ഇത് 3 മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.